പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. ഞാനിതിനു മുമ്പ് ഒരു ഇമേജ് ഫോട്ടോ ഇട്ടൊരു വാർത്തയാണിത്. അതായത് മല്ലപ്പള്ളി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മല്ലപ്പള്ളി ഡിവിഷൻ്റെ കീഴിലുള്ള മല്ലപ്പള്ളി പാടിമൺ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലപ്പള്ളി എഴുമറ്റൂർ റോഡിൻ്റെ ഭാഗമാണ്. ഈ റോഡിൻ്റെ നിർമ്മാണം ടാറിങ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 6 മാസം ആകാറാണ്. നമുക്കറിയാം, ഇത് കണ്ടോ, ഈ ഒരു വശം ടാറിങ് പൂർത്തീകരിച്ചിട്ടില്ല. ഇതിനെന്തോ വിഷയങ്ങളോ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനുള്ള പ്രശ്നം എന്താണ്? ഇത്രയും ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുക, എന്നിട്ട് റോഡിൽ കൂടെ വേഗത കുറച്ച് പോകണമെന്ന് ബോർഡും വെച്ച്. ഇത് പലയിടത്തും കാണുകയാണ്. കാരണം ഇത് 1-2 ആഴ്ച അല്ലാതെ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ മെയിൻ്റനൻസ് റോഡ് ഭാഗം തീർക്കേണ്ടതാണ്. ഏതാണ്ടൊരു 100 കണക്കിന് വാഹനങ്ങൾ, ടിപ്പർ, ടോറസ് പോകുന്ന ഒരു റോഡാണിത്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട റോഡുകൾ ഒന്നുകൂടെ കൂടിയാണ്. കാരണം ഈ റോഡ് വഴി പോയ നേരെ മല്ലപ്പള്ളി റാന്നിയുടെ മെയിൻ റോഡും കൂടെ കൂടിയാണിത്. ഇത് റോഡിൻ്റെ നിർമ്മാണം എന്തുകൊണ്ട് വൈകിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉടനടി വാർത്ത ചോദിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ കാണണം. PW ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട മന്ത്രി ബഹുമാന്യനായ റിയാസ് സാറും ഇത് കാണണം. ഞാൻ യൂട്യൂബർ അവിടെ ആയതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കൂടെ വരുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം നമ്മുടെ ചാനലിലും വാട്സപ്പ് ചാനലിലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എന്ത് വശമെന്ന് ജനങ്ങളോട് ഇത് ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ അത് പ്രശ്നമില്ലാതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റോഡിന് നിർമ്മാണം തീർക്കണം. കാരണം ഇതാണ്, ഒരു വർക്ക് പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റേതായ നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ ഒരു 6 മാസമായിട്ട് ഒരു റോഡിൻ്റെ ഇത്രയും വശം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഏത് വാഹനം ഈ കൊടും വളവാണ്, നമുക്കറിയാം. ഈ വളവിൽ വണ്ടി തെരാപ്പാര വരുന്ന വളവാണ്. ഈ വളവിലൂടെ പോകുന്ന പെട്ടെന്ന് വണ്ടി ചവിട്ടുകയാണ്. ഒരു അപകടം ഉണ്ടായി കഴിയുന്നതിനെക്കാട്ടും നല്ലത് അപകടം ഉണ്ടാകുന്നതിനൊരു മുൻകരുതൽ നന്നായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിത് കണ്ടോ, ഇതൊരു വളവാണ്, കണ്ടോ, കൊടും വളവ് തിരിഞ്ഞാണ് വണ്ടി വരുന്നത്. വരുന്നത് പാടിമണ്ണിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് വണ്ടി. കണ്ടോ, റോഡിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ഭാഗം എന്തുകൊണ്ട് വീണ്ടും ഇതുപോലെ ഇട്ടിരിക്കുന്നു എന്ന് ജനത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മല്ലപ്പള്ളി ഡിവിഷൻ്റെ കീഴിലുള്ള അനാസ്ഥയാണെങ്കിൽ അതിനെതിരെ ബന്ധപ്പെട്ട മേലധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യണം, യൂട്യൂബ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.